വേർഡ് പ്രസ് ആൻഡ്രോയിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം വേർഡ് പ്രസ് ആപ്പ് ഫോർ ആൻഡ്രോയിഡ് സെർച്ച് ചെയ്യുമ്പോൾ വേർഡ് പ്രസിന്റെ ലോഗോ ഉള്ള വേർഡ് പ്രസ് ഇത് കിട്ടുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. വേർഡ് പ്രസിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇനി ഓപ്പൺ ചെയ്യുന്നു. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ലോഗിൻ ഓർ സൈൻ അപ്പ് അല്ല, എൻ്റർ യുവർ എക്സിസ്റ്റിംഗ് സൈറ്റ് അഡ്രസ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. സൈറ്റ് അഡ്രസ് എൻ്റർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ മൗലികം.com ഓൾറെഡി നമ്മൾ വേർഡ് പ്രസ്സിൽ പ്രിപ്പയർ ചെയ്ത നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റാണ്. സൈറ്റിൻ്റെ അഡ്രസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഫൈൻഡ് യുവർ സൈറ്റ് അഡ്രസ് താഴെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫൈൻഡ് യുവർ സൈറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്കിംഗ് സൈറ്റ് അഡ്രസ്, അത് വേർഡ് പ്രസ് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്തിട്ട് വേർഡ് പ്രസ് എൻഷുർ ചെയ്യുന്നു. വേർഡ് പ്രസ്സിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുന്നു. അവിടെ യൂസർ നെയിം പാസ്വേഡ്, യൂസർ നെയിം നമ്മുടെ എഡിറ്റർ pradeep@mauligam.com. പാസ്വേഡ് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ സേവ് പാസ്വേഡ്, ഗൂഗിൾ പാസ്വേഡ് സേവ് ചെയ്യണമെന്നാണ്. നോട്ട് നൗ സേവ് ഓട്ടോമാറ്റിക് എന്ത് കൊടുത്താലും മതി. ഓക്കെ, ക്രിയേറ്റ് മൗലികം സേവ് ആയി കഴിഞ്ഞു. നമ്മൾ പാസ്വേഡ് യൂസർ നെയിം കറക്റ്റ് ആയിട്ട് ആണ് കൊടുത്തത്, അതുകൊണ്ട് അത് സേവ് ആയി കഴിഞ്ഞു. ഇനി പുതിയ സൈറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ സൈറ്റ് കൊടുക്കുന്നു. ഇത് നമ്മളിപ്പം മൗലികം മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. മൗലികം ആഡ് ആയി കഴിഞ്ഞു. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ജെറ്റ് പാക്കിൻ്റെ ഇത് വന്നു. അത് ഞാൻ ക്യാൻസൽ ചെയ്തത് നമുക്ക് വേണ്ട. ഇപ്പോൾ മൗലികം ഓപ്പണായി. മൗലിക സൈറ്റിനകത്ത് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ അതിലുള്ള കണ്ടന്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള പോസ്റ്റ്, മീഡിയ, കമൻറ്റ്സ്, അതിന് താഴെ മാനേജ് സൈറ്റ് സെറ്റിങ്സ്, admin. ഇപ്പം നമ്മൾ സൈറ്റ് സെറ്റിങ്സും വേർഡ് പ്രസ് അഡ്മിനും ഒന്നും ചെക്ക് ചെയ്യേണ്ട. നമുക്ക് ഇപ്പം പോസ്റ്റ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ന്യൂസ് പേപ്പറായിട്ട് ആഡ് ചെയ്യുന്നത്, ന്യൂസായിട്ട് ആഡ് ചെയ്യുന്ന പോസ്റ്റ് ആണ്. പോസ്റ്റ് ടൈപ്പാണ് നമ്മുടെ ന്യൂസ് പേപ്പർ. അപ്പോൾ നമ്മൾ പോസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തേക്കുന്ന ന്യൂസുകളെല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണേൽ എഡിറ്റ് ചെയ്യണേ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറി അത് എഡിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ന്യൂ പോസ്റ്റ്, അവിടെ ആഡ് ടൈറ്റിലിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഹെഡിങ് കണ്ടന്റ് താഴെ ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കണ്ടന്റിൻ്റെ ഭാഗത്താണ്. ഇവിടെ ഇംഗ്ലീഷാണ് വരുന്നത്. നമുക്ക് മലയാളം ആക്കാം. മലയാളം കീബോർഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. മലയാളം കീബോർഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഞാൻ. മലയാളം കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അതിൻ്റെ സെറ്റിങ്സ്, കീബോർഡിൻ്റെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, കീബോർഡിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കീബോർഡ് സെറ്റിങ്സ് ഒന്ന് ലാംഗ്വേജസ്, ആഡ് കീബോർഡ് സെർച്ച് ചെയ്ത് മലയാളം കീബോർഡ് സെർച്ച് ചെയ്ത് മലയാളം ഇന്ത്യ അത് സെലക്ട് ചെയ്ത് അപ്പോൾ മലയാളം കീബോർഡ് വന്നു. അത് ഇംഗ്ലീഷ് UK മൾട്ടിലിംഗ്വൽ സെലക്ട് ചെയ്തു. ഓക്കെ, ബാക്ക് പോയാൽ മതി. മലയാളം ആഡ് ആയി കഴിഞ്ഞു. ബാക്ക് പോകുന്നു. സാധാരണ മലയാളം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഇതാ ഗ്ലോബിൻ്റെ ഇതിൽ ഇൻ്റർനെറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റുന്നു. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീബോർഡ് ഉപയോഗിക്കുന്നെങ്കിൽ, അങ്ങനെയുള്ള എഴുതി കൊടുക്കുന്ന കീബോർഡോ അതൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്താണ്, ഇപ്പം നമ്മൾ ഇതിൽ ഇപ്പോൾ ഒരു മൂവി റിവ്യൂ ആണെങ്കിൽ മൂവിയുടെ പേര്, അത് ഇപ്പോൾ ടൈറ്റിൽ എന്താണ് ടൈറ്റിൽ കൊടുക്കുന്നു. കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, കട്ട് ചെയ്ത് ഞാൻ ടൈറ്റിലോട്ട് പേസ്റ്റ് ചെയ്തു. കണ്ടന്റ് സ്റ്റാർട്ട് ടൈപ്പിംഗ്, കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ 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 ഇവിടെയാണ് കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നത്. കണ്ടന്റ് വരുന്നത്, കണ്ടന്റ് പാർട്ട് ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ മേളിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു പബ്ലിഷ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ 3 ഡോട്ട്സ് ഉണ്ട്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ ഓപ്ഷൻസ് കിട്ടും. അതാണ് നമ്മുടെ ഇനി നമ്മൾ കണ്ടന്റ് ആഡ് ചെയ്തു, ഹെഡിങ്ങും കണ്ടന്റും ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് സെറ്റിങ്സ് ഉണ്ട്. അതിൽ പോസ്റ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പോസ്റ്റ് സെറ്റിങ്സ്, ആ പോസ്റ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം അവിടെ വരും. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒന്ന് കാറ്റഗറീസ്. ഓക്കെ, കാറ്റഗറീസ് നമ്മൾ ഓൾറെഡി കാറ്റഗറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബുക്സ്, എഡിറ്റേഴ്സ്, ഈവൻറ്റ്സ്, അങ്ങനെ ലോക്കൽ ന്യൂസ്, മാട്രിമോണി, നാഷണൽ ന്യൂസ്, ടുഡേയ്സ് ടോപ്പ് ന്യൂസ്, ട്രെൻഡിങ്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ
പർട്ടിക്കുലർ പോസ്റ്റ്, അതായത് വാർത്ത ഏതെല്ലാം കാറ്റഗറിയിൽ വരുന്നോ അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ലോക്കൽ ന്യൂസ്, ഇതിപ്പം നമ്മൾ ലോക്കൽ ന്യൂസ് ആണ് കൊടുത്തത്, ലോക്കൽ ന്യൂസ്. അത് ഇന്റർനാഷണൽ ന്യൂസ് ആണെങ്കിൽ അത് ഇന്റർനാഷണലും. അപ്പം ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നുണ്ടോ ആ കാറ്റഗറീസ് എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അൺകാറ്റഗറൈസ്ഡ് എന്നുള്ള ലാസ്റ്റ് കാറ്റഗറി അൺടിക്ക് ചെയ്യുന്നു. അത് ഒരു പോസ്റ്റിനും നമ്മൾ ഒരു വാർത്തയ്ക്കും അൺകാറ്റഗറൈസ്ഡ് എന്നുള്ളത് വേണ്ട. ഒരേ പോസ്റ്റ് തന്നെ ചിലപ്പോൾ ഒന്നിലധികം കാറ്റഗറി വരും. ഇനി നമ്മൾ പുതിയ കാറ്റഗറി ആഡ് ചെയ്യണമെങ്കിൽ ആ മേളത്തെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ കാറ്റഗറി ആഡ് ചെയ്യുന്നു. അപ്പം ഈ നമ്മൾ പുതിയ ന്യൂസ് കൊടുക്കുകയാണ്, അത് ഈ ഒരു കാറ്റഗറിയിലും വരുന്നില്ല, അല്ലെങ്കിൽ അത് പുതിയ വേറൊരു കാറ്റഗറിയിലും കൂടെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കാറ്റഗറി നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നു. ആ കാറ്റഗറിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ആ കാറ്റഗറി നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ വരുന്ന കാറ്റഗറിയുടെ എല്ലാം അണ്ടറിൽ ഈ ന്യൂസ് വരും. ഇനി അത് കഴിഞ്ഞൊരു ടാഗ് നമുക്ക് ആ കാറ്റഗറി വല്ല നമുക്ക് ഒരുപാട് ടാഗുകൾ കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിന്. ഓരോ വാർത്തയ്ക്കും നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ടാഗുകൾ നമുക്ക് കൊടുക്കാം. അപ്പം ആ വാർത്തയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സെർച്ച് വേർഡുകളാണ് ഈ ടാഗ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഇപ്പം ഇസ്രായേലുമായിട്ടുള്ള ഇസ്രായേൽ വാറിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് അതുമായിട്ട് ഇറാൻ ഇസ്രായേൽ വാർ, ഇസ്രായേൽ ഇറാൻ, അല്ലെങ്കിൽ വേൾഡ് വാർ, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ടാഗുകൾ എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. അത് നമ്മളെ SEO സെർച്ച് എഞ്ചിനെ സഹായിക്കാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ അത് നമ്മുടെ ഇഷ്ടമുള്ള ടാഗുകൾ നമ്മൾ കൊടുക്കുന്നു. അത് എത്ര ടാഗ് വേണമെങ്കിലും കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പഴയ ടാഗുകൾ, നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ടാഗുകൾ വീണ്ടും ഇതിൽ ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് എത്ര ടാഗുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഫീച്ചേർഡ് ഇമേജ്. നമ്മൾ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്ത് ഇടണം. ഇല്ലെങ്കിൽ നമ്മൾ നേരെ പോയി ഒരു ഇമേജ് സെർച്ച് ചെയ്യുന്നു. കഴിവതും കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ എടുക്കാതിരിക്കുക. അത്തരത്തിലുള്ള ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഇമേജുകൾ കഴിവതും നോക്കിയിട്ട്, വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഒന്നും നോക്കാതെ നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുന്നു, സേവ് ചെയ്യുന്നു. ആ ഇമേജ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ നമ്മൾ ആ ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഇമേജ് ആഡ് ചെയ്യുമ്പോൾ സമയത്ത് അതിന് പെർമിഷൻ കൊടുക്കണം. നമ്മുടെ WordPress ആപ്പിന് പെർമിഷൻ കൊടുക്കുന്നു. ആ പെർമിഷൻ ഒരു തവണ കൊടുത്താൽ മതി. അലോ ഓൾ കൊടുത്ത് കഴിയുമ്പോൾ പിന്നീട് അത് ഇമേജ് ആഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. എപ്പോൾ ഇവിടെ ഇമേജ് അപ്പോൾ നമ്മുടെ ഗാലറിയിൽ നിന്നും നമ്മൾ സേവ് ചെയ്ത ഇമേജ് ആഡ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഫീച്ചേർഡ് ഇമേജ്. കഴിവതും ക്വാളിറ്റി ഉള്ള നല്ല ഇമേജുകൾ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഫീച്ചേർഡ് ഇമേജ് ആഡ് ചെയ്തു. ഇനി ആണ് പോസ്റ്റ് ഫോർമാറ്റ്. ഇത് ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, അതാണ് നമ്മുടെ ഇതായിട്ട് വരുന്നത്. അത് ഓക്കെ. അടുത്ത് സ്ലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു URL ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെഡിങ്. നമ്മൾ കൊടുക്കുന്ന ഹെഡിങ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹെഡിങ് നമ്മൾ കൊടുക്കുക മലയാളത്തിൽ. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ് നമ്മൾ സ്ലഗ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പം എന്താണോ നമ്മുടെ ആ ആർട്ടിക്കിളിലുള്ളത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആയിട്ട്, ഒരു ചെറിയൊരു സെന്റൻസ് ആയിട്ട്. കാരണം ഇതാണ് ഏറ്റവും SEOയുടെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് എൻ്റെ സ്ലഗ്. ഇതാണ് വരുന്നത്. ഇപ്പം mauligam.com / പിന്നെ ഇതായിരിക്കും വരുന്നത്. അതാണ് നമ്മുടെ URL വരുന്നതാണ് ഈ സ്ലഗ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം അമ്മ സ്പേസ് അറിയാൻ സ്പേസ് മലയാളം അങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ എല്ലാം ഒരു ഹൈഫൻ വരും നമ്മളിത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇനി എക്സെപ്റ്റ് ആഡ് ചെയ്യണം. എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടന്റ് എന്തിനെ കുറിച്ചാണ് ഒരു ചെറിയ ഒരു വിശദീകരണം. ഹെഡിങ്, അതായത് നമ്മളെ മൊത്തം വാർത്ത കാണിക്കാത്ത ഭാഗങ്ങളിലെല്ലാം ഹെഡിങ്ങും പിന്നെ ഈ ചെറിയ അതിനെക്കുറിച്ചുള്ള ഒരു 1-2 സെന്റൻസ് എക്സെപ്റ്റും ആയിരിക്കും വരുന്നത്. അതാണ് ഇപ്പൊ സ്ലഗ് നമ്മൾ ആഡ് ചെയ്തു, എക്സെപ്റ്റ് ആഡ് ചെയ്യുന്നു. എൻ്റെ എക്സെപ്റ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സെന്റൻസ്
ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു സെന്റൻസ് ആഡ് ചെയ്തിട്ട് 1 2 സെന്റൻസ് 2 സെന്റൻസ് എങ്കിലും ചെറിയ ഒരു വിശദീകരണം, അതായത് അത് നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറിന് അതൊക്കെ വരുന്നത് പോലെ അതിന്റെ ലിസ്റ്റിംഗ് വരുമ്പം ഹെഡിങ്ങും ഇതും കൂടെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ അമ്മ അറിയാൻ മലയാളത്തിലെ മികച്ച ഒരു ചിത്രമാണ് അങ്ങനെ. അപ്പൊ അതെന്ത് ഞാനിത് ജസ്റ്റ് ഇത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു, അപ്പം അത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്ത് ഇപ്പം നമുക്ക് ബേസിക് കാര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞു. ഇനി നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ്. അത് അടുത്ത് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ക്ലിക്ക് ചെയ്തപ്പോൾ പബ്ലിഷ് നൗ, അല്ലെങ്കിൽ നമുക്ക് പബ്ലിഷ് നൗവിന് പകരം നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റിലേക്ക് അത് ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പം നമ്മൾ പോസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിന്റെ മേളിൽ വന്നു, ഫസ്റ്റ് വാർത്തയായിട്ട് വന്നു അമ്മ അറിയാൻ മലയാളത്തിൽ മികച്ച ചിത്രമാണ്. അതിന്റെ അത് വന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യൂ ചെയ്യാം. പക്ഷേ ആ വാർത്ത വെളിയിൽ വന്നിട്ട് നമുക്ക് ആ വാർത്തയിൽ ക്ലിക്ക് ചെയ്ത്, പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റാത്തതിന്റെ കാരണം നമ്മളിപ്പോൾ പ്രൈവസി സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വാർത്ത ന്യൂസ് പേപ്പറിന്റെ വാർത്തകളൊന്നും ഇപ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ, അതുപോലെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ആണ് ഇപ്പോൾ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വാർത്ത ആഡ് ചെയ്യാനും പോസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരൊറ്റ ആപ്പ് മതി. ഈ ആപ്പ് വേർഡ്പ്രസ് ആപ്പിനകത്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തൽക്കാലം നമുക്ക് ചെയ്യാൻ ഒരു ലാപ്ടോപ്പിന്റെ ആവശ്യം പോലും ഇല്ലാതെ തന്നെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും.